എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഫസിൽ എന്ന് പേരുള്ള ഒരുത്തനെ കാണിക്കുകയാണ്. അവൻ എന്തൊക്കെയോ സ്വപ്നം കണ്ട് പേടിച്ച് വിറച്ച് അങ്ങനെ കിടക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരു കുഞ്ഞു പയ്യൻ, അവനാണെങ്കിൽ അവന്റെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമിച്ച് നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ മറ്റൊരുത്തൻ, അവനാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങാണ്. അവന്റെ ചുറ്റും ഒരുപാട് പൈററ്റ് ഫ്ലാഗ്സ്. അപ്പൊ ഒരു കൂട്ടം ആൾക്കാർ അവിടേക്ക് വന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി അത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ടെറർ ഫേസ് ഉള്ള ഏതോ ഒരുത്തൻ ആ പയ്യന്റെ അടുത്തേക്ക് വരും. അവനോട് പറയും, ഒരല്പസമയം നീ പോയി റെസ്റ്റ് എടുക്ക്, ക്യാപ്റ്റന്റെ അടുത്ത് ഞാൻ കൂട്ടിരിക്കാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ കപ്പൽ ഒരുപാട് ഇഷ്ടമായി. നാമി ആണെങ്കിൽ അടിപൊളിയായിട്ട് സ്റ്റീം ബാത്ത് എടുക്കുകയാണ്. ഇവിടെ ചോപ്പറിന് സ്വന്തമായിട്ട് ഒരു അടിപൊളി ക്ലിനിക്ക്. അവനാണെങ്കിൽ കറങ്ങുന്ന കസേരയിലൊക്കെ ഇരുന്ന് അങ്ങനെ വട്ടം കറങ്ങി കളിക്കുകയാണ്. നമ്മുടെ പ്രാന്തൻ ടീംസ് ഉസോപ്പും ലൂഫിയും അവരാണെങ്കിൽ പൊരിച്ചു തിന്നാന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഷാർക്കിനെയൊക്കെ പിടിച്ച് അവരതിലേക്കിടും. അതിനുശേഷം അക്വേറിയത്തില് അവറ്റകളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് താഴേക്ക് ഓടി വരും. റോബിൻ ഷോക്കായിട്ട് പറയും, യു ഗൈസ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാരായിരുന്നോ? നിങ്ങൾ അവസാനമായി പിടിച്ചിട്ട ആ വലിയ സ്രാവ് അതിലുണ്ടായിരുന്ന എല്ലാ ഫിഷിനെയും തിന്നു തീർത്തു. അത് കേട്ട് നമ്മുടെ മണ്ടൻ ചെക്കന്മാര് അവരങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ലൂഫി പറയും, കുഴപ്പമില്ല, അതിന് പണിഷ്മെന്റ് ആയിട്ട് ഇന്നത്തെ നമ്മുടെ ഡിന്നർ അത് ഈ ജയന്റ് ഫിഷ് തന്നെ. ഇവരിവിടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോ നമ്മുടെ സോറോ അവന് മാത്രം ഭയങ്കര ബോറടിയാണ്. എന്തൊക്കെയോ ആലോചിച്ചും കോട്ടുവായൊക്കെ വിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ലൂഫി അവൻ ഫ്രാങ്കിയോട് പറയും, താങ്ക് യു സോ മച്ച്. ശരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു കപ്പല് അത് ശരിക്കും ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അപ്പോഴായിരിക്കും ഫ്രാങ്കി പറയാ, ആക്ച്വലി നിങ്ങൾ ഈ കപ്പലിന്റെ ഒരു പകുതി ഫെസിലിറ്റി പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഈ കപ്പൽ ഇനിയും നിങ്ങളെ ഷോക്കാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ പവർ, ഫെസിലിറ്റി, അങ്ങനെ ഇനിയും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കാണാനുണ്ട്. ഫ്രാങ്കി പറയും, ഇതിൽ 5 ഡോഗ് സിസ്റ്റം ഉണ്ട്. അത് ഓരോ സിറ്റുവേഷനിലും കറക്റ്റായിട്ട് മാറി മാറി വർക്ക് ചെയ്യും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ആവേശാവും. അവൻ പറയും, എനിക്കിപ്പൊ തന്നെ അതൊന്ന് കാണണം. അതിന് ഫ്രാങ്കി, അതിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് ആവശ്യം വരുമ്പോ നിങ്ങൾ താനെ അത് കാണും. റോബിന് ഫ്രാങ്കി പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നും. പക്ഷെ ലൂഫിക്ക് ഉസോപ്പിനും അത് തീരെ ഇഷ്ടാവില്ല. ഒരു താങ്ക്സ് പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ ഇപ്പൊ ഫ്രാങ്കിയെ ചീത്ത വിളിക്കാൻ തുടങ്ങും. അതേസമയം നാമി അവളാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും പുറത്ത് ഭയങ്കരമായിട്ട് തണുപ്പുണ്ട് എന്നവൾ മനസ്സിലാക്കുക. മഞ്ഞ് വീഴുന്നത് കാണേണ്ട താമസം ലൂഫിയും ഉസോപ്പും അവർ രണ്ടുപേരും ഇപ്പൊ ഗാർഡനിലേക്ക് ഓടി വന്ന് കളിക്കുകയാണ്. സോറോയ്ക്കാണെങ്കിൽ ഇപ്പോഴും ഒരു കൂസലുമില്ല. അവ മുകളിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങും. ലൂഫി നിലവിളിച്ച് ചോദിക്കും, സോറോ നിനക്ക് നാണമില്ലേ? ഇത്രയും നല്ല അടിപൊളി ക്ലൈമറ്റ് പോലും നീ വെറുതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയാണോ? താഴേക്ക് വായോ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് അടിച്ചു പൊളിക്കാം. പക്ഷെ സോറോ ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. ഇവിടെ ചോപ്പറിന് അവനും മഞ്ഞ് വീഴുന്നത് കണ്ട് ഒത്തിരി സന്തോഷാവും. കാരണം അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അവൻ അനുയോജ്യവുമായ ക്ലൈമറ്റ് ആണത്. അവൻ അതിന്റെ ഭംഗിയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ സോറോ ആണെങ്കിൽ അങ്ങനെ ക്യാഷ്വലായിട്ട് മുൻപോട്ട് നോക്കും. അപ്പൊ ദൂരത്തായിട്ട് അവനൊരു കപ്പല് കാണും. ഉടനെ കപ്പല് കണ്ട കാര്യം സോറോ അവൻ ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കും. ഉടനെ ഉസോപ്പ് അവനവന്റെ ഗാർഗിൾസ് വെച്ച് അങ്ങനെ സൂം ചെയ്ത് നോക്കും. അപ്പൊ 3 പേര് ഭയങ്കര സാഡായിട്ട് അങ്ങനെ ചൂണ്ടയിട്ടിരിക്കുന്നത് അവൻ കാണും. ലൂഫി പറയും, കുഴപ്പമില്ല, നമ്മുടെ കപ്പല് ആ കപ്പലിന്റെ അടുത്തേക്ക് കൊണ്ടുപോ, ഞാൻ പോയി കാര്യം അന്വേഷിക്കാം. ഇൻ കേസ് അവർ നമ്മുടെ എനിമികളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഞാൻ അവരെ തല്ലി തോൽപ്പിച്ച് തിരികെ എത്താം. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ വമ്പം പ്ലാനിങ് ഒക്കെ ആയിട്ട് ആ കപ്പലിന്റെ അടുത്തേക്ക് പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത അവരെ 3 പേരെയും കാണിക്കും. അവരാണെങ്കിൽ വിശപ്പും ദാഹം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. ചൂണ്ടയിലാണെങ്കിൽ ഒരെര പോലും കൊളുത്താൻ വകയില്ലാതെ അവരങ്ങനെ ചൂണ്ടയിട്ടിരിക്കും. കറക്റ്റ് ടൈം നമ്മുടെ ലൂഫിയുടെ കപ്പല് അവരുടെ കപ്പലിന്റെ അടുത്തേക്ക് വരും. ലൂഫി ചോദിക്കും, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലൂഫിയുടെ കപ്പലും അതിന്റെ ഫ്ലാഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മുടെ ആൾക്കാര് പൈററ്റ് ടീമാണെന്ന്. അവര് പേടിച്ച് വിറച്ച് ഇപ്പൊ അകത്തേക്ക് ഓടാൻ തുടങ്ങും. ആക്ച്വലി ആ ഒരു കപ്പലില് ഇനിയും ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ സുഖമില്ലാത്ത ആളുടെ കപ്പലാണ് ഇപ്പൊ ലൂഫിയുടെ കപ്പലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. ആ കുഞ്ഞിപ്പയ്യനും അങ്ങനെ ആ കപ്പലുള്ള എല്ലാവരും പുറത്തേക്ക് വരും. അവര് നമ്മുടെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഉടനെ കാര്യം മനസ്സിലായ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ആ കപ്പലിലേക്ക് വന്ന് അവർക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. 3 ദിവസങ്ങൾക്ക് മുൻപ് ഏതോ ഒരു വലിയ കപ്പൽ വന്ന് ഇവരുടെ കപ്പലിലുള്ള എല്ലാവരെയും ആക്രമിച്ചു. മാത്രമല്ല ഇവരുടെ കപ്പലും തകർത്തു. അവരുടെ ഫുഡ്, സാധനങ്ങള്, അതുപോലെ തന്നെ
കപ്പലിന്റെ റഡാർ പോലും അവർ അടിച്ചു മാറ്റി. അവർ 2 ദിവസമായി പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ടെന്ന് പറഞ്ഞ് പൊട്ടിക്കരയും. ലൂഫി പറയും, അതിനെന്താ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യം ഫുഡല്ലേ, നല്ല അടിപൊളി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു ഷെഫ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, വേഗം വായോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാന്ന് പറയും. അത് കേട്ട് അവർ ഷോക്കാവും. ലൂഫി ചോപ്പറിനോട് പറയും, എത്രയും പെട്ടെന്ന് അവർ ചെക്ക് ചെയ്യുക, ആർക്കെങ്കിലും കാര്യമായിട്ട് പരിക്കുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻ കൊടുക്ക്. അത് കേൾക്കേണ്ട താമസം ചോപ്പർ ആണെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരായിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ടീമിലുള്ള ഒരു മൊട്ടത്തലേനെ കാണിക്കുക. അവന്റെ കയ്യിലുള്ള സ്നെയിലിലേക്ക് ഇപ്പൊ ഒരു കോൾ വരും. ഓപ്പോസിറ്റ് ഉള്ളവൻ ചോദിക്കും, നിങ്ങൾക്ക് ആരെങ്കിലും ഇരയായിട്ട് കിട്ടിയോ? അതിനവൻ പറയും, ഇല്ല, ഏതോ ഒരു പുതിയ പൈററ്റ് ടീം ഇപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കുറിച്ചും ഫ്ലാഗിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഉടനെ ഓപ്പോസിറ്റ് സൈഡിലുള്ളവന് കാര്യം പിടികിട്ടും. അവൻ പറയും, ഓ മൈ ഗോഡ്, അവരാണ് സ്ട്രോ ഹാറ്റ് ലൂഫി ആൻഡ് ടീം. 600 മില്യൺ ബെറീസ് ആണ് അവർക്ക് മൊത്തമുള്ള ബൗണ്ടി. നിങ്ങൾക്കിപ്പോ കിട്ടിയിരിക്കുന്നത് വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പണം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കും. ഒരു കാരണവശാലും അവരെ വിടാൻ പാടില്ല. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടാനില്ല എന്ന് പറഞ്ഞ് അവന്റെ ബോസ് കോൾ കട്ട് ചെയ്യും. മൊട്ടയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. 600 മില്യൺ ബെറീസ്, ഞാൻ കേൾക്കുന്നത് സത്യമാണോ അതോ മിഥ്യയാണോ? അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് താഞ്ചി ഉണ്ടാക്കിയ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ചോപ്പർ ഓരോരുത്തർക്കായി ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടേയിരിക്കും. ഉടനെ ചോപ്പർ അവൻ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് നോക്കും. അത് മറ്റാരുമല്ല, ആ ചെറിയ പയ്യൻ. ചോപ്പർ അവനോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ, നിനക്ക് ഫുഡ് വേണ്ടേ? അതിനവൻ പറയും, നിങ്ങളൊരു നല്ല ഡോക്ടറാണ്, നിങ്ങൾ നന്നായിട്ട് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കപ്പലില് അപകടമൊക്കെ പറ്റി ഒരാൾ കിടക്കുന്നുണ്ട്, ദയവ് ചെയ്ത് എന്റെ കൂടെ വന്ന് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ പയ്യൻ അവൻ ചോപ്പറിനെയും കൂട്ടി കപ്പലിലേക്ക് പോവും. കട്ട് ചെയ്ത ആ മൊട്ട അവനിപ്പോ എന്തോ ടെററായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ഇവര് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങളിപ്പോ ന്യൂ വേൾഡിലേക്ക് പോവാണോ? അതിന് നമ്മുടെ ആൾക്കാര് അതേന്ന് പറയും. ഒരു കാരണവശാലും നിങ്ങൾ അവിടേക്ക് പോവരുത്, അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജീവനോട് കൂടെ മടങ്ങി വരാൻ കഴിയില്ല. പക്ഷെ ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റ് സമയം പുട്ടേ ക്ലിക്ക് ക്ലിക്ക് എന്ന് എന്തോ ഒരു ശബ്ദം പുറത്ത് കേൾക്കും. ഉടനെ എല്ലാവരും ചേർന്ന് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വരും. ഉടനെ ആ മൊട്ടത്തലയൻ, ഞാനൊരു ബാരല് നിങ്ങളുടെ കപ്പലിലേക്ക് ഇട്ടതാണ്. ആക്ച്വലി നിങ്ങൾ ഞങ്ങൾക്ക് വലിയ സഹായമാണ് ചെയ്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രീറ്റ്മെന്റ് തന്നു, ഫുഡ് തന്നു. സോ ഈ ഒരു കപ്പലിലെ കമാൻഡറായ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരണ്ടേ? സോ എന്റെ ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ബാരൽ. നമ്മുടെ ആൾക്കാർക്കാണെങ്കിലോ അവന്റെ ചതി അത് പിടികിട്ടില്ല. അതേസമയം ഇവിടെ ആ കുഞ്ഞിപ്പയ്യൻ അവൻ ആ ചോപ്പറിനെ കൂട്ടി കപ്പലിന്റെ അകത്തൂടെ ഒരുപാട് ദൂരം മുൻപോട്ട് പോവാണ്. കുറച്ച് ദൂരം എത്തുമ്പോ ഇപ്പൊ നമ്മുടെ ചോപ്പറിന് പതിയെ പേടിയാവാൻ തുടങ്ങും. അപ്പൊ ദൂരത്തായിട്ട് ചോപ്പർ കാണും ഒരുത്തനെ വലിയ പുതപ്പൊക്കെ പുതപ്പിച്ച് അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ചോപ്പർ ഓടി വന്ന് ആ പുതപ്പ് മാറ്റും. അവന്റെ അവസ്ഥ കണ്ട് ഒരു സെക്കൻഡ് ചോപ്പർ അങ്ങനെ ഫ്രീസായി പോവും. യു ആർ അൺബിലീവബിൾ. ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ അത് വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യണം. അഡ്വാൻസ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ അത് എത്രയും പെട്ടെന്ന് നഷ്ടാവും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാര് ആ ബാരലിലുണ്ടായിരുന്ന ആൽക്കഹോള് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആൾക്കാർ ആരും അതിൽ നിന്നൊരു തുള്ളി പോലും കുടിക്കില്ല. ഉടനെ ആ മൊട്ടത്തലയും പറയും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഐലാൻഡിലേക്ക് വരണം, ഞങ്ങളെ അവിടെ കൊണ്ടുപോയി വിടണമെന്ന് അവൻ ഓർഡർ ചെയ്യാൻ തുടങ്ങും. അത് കേട്ട് ഇപ്പൊ സാഞ്ചിക്കും നാമിക്കും അവർക്ക് 2 പേർക്കും എന്തോ ഒരു ഡൗട്ട് അടിക്കും. നാമി തീർത്തു പറയും, ഒരിക്കലുമില്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണം. പക്ഷെ ലൂഫി പറയും, കുഴപ്പമില്ല, ചെറിയൊരു ഫേവറല്ലേ, നമുക്ക് അവരെ അവരുടെ ഐലാൻഡിലാക്കി കൊടുക്കാം, അതിനുശേഷം പെട്ടെന്ന് തന്നെ തിരികെ പോവാന്ന് പറഞ്ഞ് അവരുടെ കപ്പല് നമ്മുടെ ആൾക്കാരുടെ കപ്പലിൽ കെട്ടിവലിച്ച് അങ്ങനെ നല്ല സ്പീഡിൽ മുൻപോട്ട് പോവാണ്. റോബിനും എന്തൊക്കെയോ ഡൗട്ടൊക്കെ തോന്നി അവള് പുറത്തേക്ക് നോക്കും. ഇവിടെ ചോപ്പർ ആണെങ്കിൽ ആ കപ്പലിൽ വെച്ച് തന്നെ അവന്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അന്ന് നൈറ്റ് നമ്മുടെ ആൾക്കാർ ഓൾറെഡി അവര് കൊടുത്ത മയക്കുമരുന്ന് ചേർത്ത കള്ള് കുടിച്ചതുകൊണ്ട് തന്നെ കോർക്കം വലിച്ചുറങ്ങുകയാണ്. ഉടനെ ആ മൊട്ടത്തലയൻ അവൻ അവരുടെ ആൾക്കാരോട് പറയും, നമ്മുടെ മുൻപിൽ ഇപ്പൊ വേറെ വഴിയില്ല, ബോസ് എനിക്ക് തന്ന
ഓർഡറാണിത്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ആള് പണിഷ് ചെയ്യുന്നത് അത് നമ്മളെ ആയിരിക്കും. ഇപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ഫ്രാങ്കി അവനാണെങ്കിൽ അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് അവരുടെ തൊട്ട് പിന്നിൽ നിൽക്കുകയാണ്. അവർ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്രാങ്കിയെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയി പോവും. ഫ്രാങ്കിയുടെ തൊട്ട് പിന്നാലെ ഇപ്പൊ സാഞ്ചിയും റോബിനും അവരും അവിടേക്ക് നടന്നു വരും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മൊട്ടത്തലേനെ കോണ്ടാക്ട് ചെയ്ത അവന്റെ ചീഫ് പൈററ്റ് അവനാണെങ്കിൽ അവന്റെ ഹെഡിനെ വിളിച്ച് സ്ട്രോഹാർ ലൂഫിയാൻ ടീമിന്റെ കപ്പല് അവരുടെ കയ്യിൽ പെട്ടു എന്നുള്ള കാര്യം അവനെ അറിയിക്കും. അവനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഹാപ്പിയാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവരാ കപ്പലുമായിട്ട് അങ്ങനെ മുൻപോട്ട് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.